ഒരു പ്രേക്ഷകൻ പറയുന്നു, EP ജയരാജൻ വിമാനത്തിൽ കയറിയത് ഇത്ര വാർത്തയാണോ? അത്ര വലിയ വാർത്തയൊന്നുമല്ല, പക്ഷേ ഒരു കൗതുക വാർത്തയല്ലേ. EP ജയരാജൻ ഇൻഡിഗോ ബഹിഷ്കരണം അവസാനിപ്പിച്ച് യാത്ര ചെയ്തു. ബഹിഷ്കരണത്തിൻ്റെതൊരു വാർത്തയാണെങ്കിൽ ബഹിഷ്കരണം അവസാനിപ്പിക്കുമ്പോഴൊരു വാർത്തയാണ്. പക്ഷേ പ്രേക്ഷകർ പറയുന്നത് പോലെ ഒരു മരണവാർത്ത എറിഞ്ഞു പോകുമ്പോൾ ഏതാണ് വിമാനം എന്ന് നോക്കി പോകാൻ കഴിയില്ലല്ലോ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇൻഡിഗോ വിമാനത്തിൽ കയറേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ടായി. മാത്രമല്ല ഇപ്പോൾ EP-ക്ക് ഇൻഡിഗോയുമായിട്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ആ സമയത്ത് EP ഒരു നിലപാടെടുത്തു. EP അത് കുറേ കാലം ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തു. പിന്നീട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു, മഞ്ഞുരുകി. മാത്രവുമല്ല സീതാറാം യെച്ചൂരിയുടെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് EP ജയരാജൻ കണ്ണൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയത്. ഇൻഡിഗോ ബഹിഷ്കരണം അവസാനിപ്പിച്ച് EP ജയരാജൻ്റെ വാർത്ത ഒരിക്കൽ കൂടി നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. കരിപ്പൂരിൽ നിന്ന് ദില്ലിയിലേക്ക് പോയത് ഇൻഡിഗോ വിമാനത്തിലാണ്. നേരത്തെ ഇൻഡിഗോ അധികൃതർ EP-യുമായി സംസാരിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം ബഹിഷ്കരണം ഔദ്യോഗികമായി അവസാനിപ്പിച്ചിരുന്നില്ല. അങ്ങനെ മഞ്ഞുരുകിയിരിക്കുന്നു. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. EP-യുടെ ആ പഴയ പ്രതികരണം നമുക്കൊന്ന് കേട്ടുവരാം. ആ വിമാനത്തിൽ ശരിയായൊരു നിലപാട് സ്വീകരിച്ചത് ഞാനാണ്. ഞാൻ അവരോട് എല്ലാ കാര്യങ്ങളും വിശദമായി അവരെ എഴുതി അറിയിച്ചിരുന്നു. അതിനൊരു മറുപടിയും എനിക്ക് തന്നില്ല. അവർ ചെയ്തത് എന്നെ 3 ആഴ്ച ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ബാൻ ചെയ്തു. ഈ അക്രമികളായിട്ടുള്ള ആളുകൾക്ക് 2 ആഴ്ച. അപ്പോൾ ഏറ്റവും വലിയ കുറ്റം ചെയ്ത ആൾ ഞാനായിട്ട് അവർ വ്യാഖ്യാനിച്ചു. അത്തരമൊരു വിമാന കമ്പനി തെറ്റായൊരു നിലപാട് സ്വീകരിച്ചാൽ അത് അനുസരിക്കാനൊന്നും ഞാനില്ല. നിങ്ങളെ വിമാനം കൊണ്ട് പോട്, ഞാൻ നിങ്ങളെ വിമാനത്തിൽ കയറുന്നില്ല. അത്ര നിഷ്കളങ്കമായിട്ടാണ് കേട്ടോ EP കാര്യങ്ങളെയൊക്കെ പലപ്പോഴും സമീപിക്കാറുള്ളത്. അദ്ദേഹത്തിൻ്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നു. അദ്ദേഹം കുറേ കാലം ഇൻഡിഗോ വിമാനത്തിലേക്ക് കയറിയില്ല. അദ്ദേഹം പിന്നീട് രാജധാനിയിലും മറ്റ് തീവണ്ടികളിലും ഒക്കെയാണ് തലസ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഡൽഹിക്ക് പോകാൻ ഇൻഡിഗോ അല്ലാതെ മറ്റു മാർഗ്ഗമില്ല. മാത്രവുമല്ല കമ്പനി EP-യുമായിട്ട് സംസാരിച്ചിരുന്നു. പക്ഷേ ബഹിഷ്കരണം നോക്കട്ടെ എന്ന നിലപാടിലായിരുന്നു. ഇന്നിപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. VS രഞ്ജിത്ത്, ഒരു മരണച്ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നതിന് ഒരു വിമാനത്തിൻ്റെ ബ്രാൻഡ് നോക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം അവിടെ. അതൊരു പ്രസക്തമായ ചോദ്യമാണ്. കാരണം ആ സമയത്ത് ബഹിഷ്കരണത്തിൻ്റെ നിലപാടിൽ ഒന്ന് ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. പോയേ പറ്റത്തുള്ളൂ. ഈ വിമാനം അല്ലെങ്കിൽ വേറെ വിമാനം വരില്ല. ഇനി രാജധാനി കയറിയാൽ പോലും അത് 3-4 ദിവസം എടുക്കും. മറ്റേതെങ്കിലും സ്ഥലത്ത് നിന്ന് പോകണമെങ്കിൽ തന്നെ അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും EP-ക്ക് ഇപ്പോൾ ഇൻഡിഗോയുമായിട്ടുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും അവസാനിച്ചു. മഞ്ഞുരുകി, ബഹിഷ്കരണം അവസാനിച്ചു അല്ലേ രഞ്ജിത്ത്? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വന്നിട്ടുള്ള ഒരു അത്യാവശ്യ ഘട്ടം സീതാറാം യെച്ചൂരിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കണം. ഏറ്റവും വേഗത്തിൽ ഡൽഹിയിലെത്താനുള്ള ഒരു മാർഗം എന്ന രീതിയിൽ മാത്രമായിരിക്കും അദ്ദേഹം ഇത് തിരഞ്ഞെടുത്തിട്ടുള്ളതും. ഇൻഡിഗോ ബഹിഷ്കരണത്തിൻ്റെ കാരണം നമുക്കറിയാം. ഒരിക്കൽ ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് ഈ ലീഗ് പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് എതിരെ കരിങ്കൊടി കാണിക്കുന്ന പ്രതിഷേധമുണ്ടായി. ആ സമയത്ത് ലീഗ് പ്രവർത്തകരെ തടഞ്ഞ് ലീഗ് പ്രവർത്തകർ അദ്ദേഹം വെപ്പറകോട്ട് പിടി തള്ളുന്നുണ്ട്. അത് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് EP-യുടെ ഒരു ന്യായം. പക്ഷേ അത് വിമാനത്തിൻ്റെ മര്യാദ ലംഘനമായി കണ്ടുകൊണ്ടാണ് ഇൻഡിഗോ EP-യെ ബഹിഷ്കരിച്ചത്. EP-യെ ബഹിഷ്കരിച്ച ഇൻഡിഗോയെ തിരിച്ച് EP ബഹിഷ്കരിക്കുകയായിരുന്നു. പിന്നീട് ഇൻഡിഗോ അധികൃതർ തന്നെ EP-യെ നേരിട്ട് വന്ന് കണ്ട് അക്കാര്യങ്ങൾ സംസാരിച്ച് ബഹിഷ്കരണം ഒഴിവാക്കണം, അവർക്ക് പറ്റിയ തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞിരുന്നു. എങ്കിൽ കൂടിയും EP അതിൽ തൃപ്തനായിരുന്നില്ല. ബഹിഷ്കരണം പൂർണ്ണമായും ഒഴിവാക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇങ്ങനൊരു അത്യാവശ്യ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഇൻഡിഗോയെ ആശ്രയിക്കുന്നു എന്ന് മാത്രം. നേരത്തെ ബഹിഷ്കരണം വലിയ വാർത്തയായതുകൊണ്ട് തന്നെ ഇപ്പോൾ ബഹിഷ്കരണം അവസാനിപ്പിച്ചു എന്നുള്ളതും ഒരു വാർത്തയായി മാറുന്നു. അദ്ദേഹം PK ശ്രീമതിക്കൊപ്പമാണ് ഇന്നലെ 10:35 കൂടി കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ടത്. പുലർച്ചയോടുകൂടിയാണ് ഡൽഹിയിൽ എത്തിച്ചേർന്നത്. ലീഗ് പ്രവർത്തകരല്ല, അപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഫർസീനും പിന്നെ ഫർസീൻ മജീദാണ് കോൺഗ്രസ് പ്രവർത്തകർ. അതെ. പക്ഷേ ആ മഞ്ഞെന്തായാലും ഉരുകിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. EP പലപ്പോഴും എടുക്കുന്ന നിലപാടുകളൊക്കെ ആ കുറച്ച് സമയത്തേക്ക് അദ്ദേഹത്തിന് പെട്ടെന്നൊരു വികാരം വന്നാൽ അത് പ്രകടിപ്പിക്കും. അതിനകത്ത് അദ്ദേഹം പിശിക്കൊന്നും കാണിക്കാറില്ല. നാട്ടുകാരെന്ത് വിചാരിക്കുന്നു EP നോക്കാറുമില്ല. മാത്രമല്ല ഈ ഇൻഡിഗോ EP-യുമായിട്ട് സംസാരിച്ചിരുന്നു ഈ വിഷയത്തിലല്ലേ? തീർച്ചയായിട്ടും ഇൻഡിഗോ അധികൃതർ അദ്ദേഹത്തിൻ്റെ ബഹിഷ്കരണ പ്രഖ്യാപനം വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ EP-യുമായി സംസാരിച്ചിരുന്നു. EP പക്ഷേ വളരെ കൂളായിട്ടാണ് മറുപടികൾ നൽകിയത്. പക്ഷേ ബഹിഷ്കരണം ആ ഘട്ടത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ ഈ ഇൻഡിഗോ അധികൃതർ സംസാരിച്ച ഉടൻ തന്നെ ഈ ബഹിഷ്കരണം ഒഴിവാക്കാനൊന്നും അദ്ദേഹം തയ്യാറായില്ല. നോക്കട്ടെ കാണാം എന്ന മട്ടിൽ തന്നെയായിരുന്നു. ബഹിഷ്കരണം പൂർണ്ണമായി ഒഴിവാക്കി ഇൻഡിഗോയിൽ സഞ്ചരിക്കാനും അദ്ദേഹം തുടങ്ങിയിരുന്നില്ല. ഇന്നലെയാണ് അദ്ദേഹം ഇൻഡിഗോ വിമാനത്തിൽ കയറിയത്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഡൽഹിയിലേക്ക് വളരെ അത്യാവശ്യമായി എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹം അവസാനിപ്പിച്ചു. ഏതായാലും
എന്തായാലും അത് ഇൻഡിഗോ അധികൃതരുടെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം ബഹിഷ്കരണം അവസാനിപ്പിക്കണം എന്നുള്ളത് ഇൻഡിഗോക്കാരുടെ ഒരു ആവശ്യം കൂടിയായിരുന്നു. ആ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ട് അത് ഈ ഘട്ടത്തിൽ അതിൻ്റെ ഒരു സമയം തെരഞ്ഞെടുത്ത് ഇ പി ആണെന്ന് മാത്രം. ഈ ഇൻഡിഗോ അധികൃതർ ആവശ്യപ്പെട്ട സമയത്ത് അദ്ദേഹം അതിന് തയ്യാറായില്ല. പിന്നീട് അദ്ദേഹത്തിന് ആവശ്യമെന്ന് തോന്നിയ ഒരു ഘട്ടത്തിൽ ആ ബഹിഷ്കരണം അദ്ദേഹം അവസാനിപ്പിക്കുകയായിരുന്നു. അതായത് ഇ പി ഒരു നിലപാടെടുത്താൽ ആ നിലപാടെടുത്തതാ ഒരു തീരുമാനമാവുന്നതുവരെ ഇ പി അതിൻ്റെ പിന്നിലുണ്ടാവും. അക്കാര്യത്തിൽ ഇ പി എന്തായാലും ബഹിഷ്കരണം അവസാനിപ്പിച്ചു. ശരിയാണ്, ഇതിങ്ങനെ അധികകാലം നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മാത്രമല്ല ഇൻഡിഗോയെ പൂർണ്ണമായിട്ടും ബഹിഷ്കരിച്ച് ഇന്ത്യ മുഴുവൻ നമുക്ക് സഞ്ചരിക്കാനൊന്നും കഴിയില്ല. അദ്ദേഹം പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് യാത്രകളൊക്കെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തെങ്കിലും ഇ പിയുടെ പ്രതികരണമൊന്നും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രതികരണവും ഇതുവരെ വന്നിട്ടില്ല എന്നതും പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും സീതാറാം യെച്ചൂരിയെ കാണാൻ പോകുന്നതിന് ഇൻഡിഗോ അല്ലാതെ മറ്റു മാർഗ്ഗമില്ല. അദ്ദേഹം ഇൻഡിഗോ തെരഞ്ഞെടുത്തു. ബഹിഷ്കരണം അവസാനിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത പ്രേക്ഷകരെ അറിയിക്കട്ടെ. ആർക്ക് സന്തോഷം? ഇൻഡിഗോയ്ക്കും സന്തോഷം, ഇ പിക്കും ആ രീതിയിലുള്ള സന്തോഷം. പക്ഷേ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നൊരു സാഹചര്യമാണ് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മറ്റു മാർഗ്ഗങ്ങളില്ല എന്നതുമാണ്.